കുറച്ച് ദിവസം മുമ്പ് വെട്ട് കേക്കിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് അതിൻ്റെ മെത്തേഡ് മനസ്സിലായിട്ടില്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 3 മുട്ട മീഡിയം സൈസാണ്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്ന് നല്ലപോലെ ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിൽ ജസ്റ്റ് പൊടിച്ചെടുത്തതിന് ശേഷം അളന്നെടുക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു കളറൊന്ന് മാറി വരുമ്പോൾ, അതായത് നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കളറൊന്നും ഒരു പെയിൽ യെല്ലോ ആവില്ലേ, അതുവരെ ബീറ്റ് ചെയ്യുക. ആ ഒരു കളർ മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഗീ ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ സാധാരണ ഓയിലായിരുന്നാലും കുഴപ്പമില്ല. ഒന്നും കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് മാവ് 3 കപ്പ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിരുന്നു 3 കപ്പ് മാവ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം ഒരു 2.5 കപ്പ് മാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് കുറച്ചും കൂടെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. മെല്ലെ വേണം കുഴച്ചെടുക്കാനായിട്ട്, ഒട്ടും തന്നെ ബലം പ്രയോഗിക്കരുത്. അപ്പോൾ ഞാൻ കളർ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കളർ ഓപ്ഷനിലാണ്. ഞാനൊരു ടേബിൾ സ്പൂൺ പാലിൽ ജസ്റ്റ് കുറച്ച് മഞ്ഞ കളർ മിക്സ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക കേട്ടോ. കുഴച്ച് അതൊന്ന് മാവ് സോഫ്റ്റ് ആകുന്നവരെ നീഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഏകദേശം ഒരു 3 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. എന്നാലേ നമുക്ക് നല്ല വെട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇനി നീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ കുറച്ച് മാവിട്ടതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കണം. പരത്തിയെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിൽ വേണം നമുക്ക് പരത്തിയെടുക്കാൻ. ഞാൻ ഇഞ്ചിൻ്റെ കാര്യം കറക്റ്റാണോ എന്ന് അറിയത്തില്ല, ഞാൻ ഇതിന് പരത്തിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്ത് സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്കിതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്നത് നമുക്ക് ഒന്നും കൂടെ കുഴച്ചിട്ട് ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക. ഈ ഒരു വലിപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ സമയത്ത് എണ്ണ ചൂടാക്കാൻ വെക്കുക. എണ്ണയുടെ ചൂട് ഒട്ടും അധികം ആവരുത്. നമ്മളൊന്ന് മാവിട്ട് കഴിഞ്ഞാൽ ഒരു 8 സെക്കൻഡ് കഴിഞ്ഞിട്ട് വേണം ആ മാവ് പൊന്തി വരാൻ. അഥവാ ചൂട് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു വെട്ട് കൊടുത്തിട്ട് വേണം ഇടാം. എങ്ങനെ വേണോ വെട്ടാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിന് 4ആയിട്ട് വെട്ടാം. ഇനിയിപ്പോൾ വെട്ടിയിട്ടില്ലെങ്കിലും അത് വെന്ത് വരുമ്പോഴത്തേക്കും പതുക്കെ വിടർന്ന് വരും കേട്ടോ. ഞാനിതുപോലെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോകും, അകം വേഗത്തുമില്ല. അപ്പോൾ ഫ്ലെയിം കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഈ ഒരു നിറം വരുമ്പോഴത്തേക്ക് നമുക്ക് കോരിയെടുക്കാം. ഏകദേശം ഒരു 10-20 മിനിറ്റെങ്കിലും എണ്ണയിൽ കിടക്കേണ്ടി വരും കേട്ടോ. നല്ല അടിപൊളി വെട്ട് കേക്കാണ്. നല്ല ടേസ്റ്റാണ്. മുട്ടയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. ഇതുപോലെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വെട്ട് കേക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇത് നമുക്ക് 3-4 ദിവസം നമുക്ക് ടിന്നിൽ അടച്ചു വെച്ച് സൂക്ഷിച്ചാലും ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.